മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ ഇന്ന് തുറക്കും. തമിഴ്നാട്ടിലെ ജലസേചനത്തിനായാണ് വെള്ളം തുറന്നുവിടുന്നത്. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള വിവരങ്ങളുമായി സ്റ്റാലിനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സ്റ്റാലിൻ, എന്താണ് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള വാർത്ത? മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും കാർഷിക ആവശ്യങ്ങൾക്ക് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഷട്ടറാണ് ഇന്ന് തുറക്കുമെന്ന് അവർ അറിയിച്ചിട്ടുള്ളത്. അത് പ്രകാരം തേക്കടിയിലാണ് ഈ ഷട്ടർ ഉള്ളത്. തേക്കടിയിൽ രാവിലെ 10:30 ഷട്ടർ തുറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ എല്ലാ ജൂൺ മാസങ്ങളിലും ഈ ഷട്ടർ തുറന്ന് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അവർ പ്രത്യേകം തുറന്നുവിട്ട് കൊണ്ടുപോകാറുള്ളതാണ്. എന്നാൽ ഈ തവണ പ്രദേശത്ത് മഴയുടെ കുറവും ഡാമിലേക്കുള്ള നീരൊഴുക്കിന്റെ കുറവും മൂലം വെള്ളത്തിന്റെ അളവ് കുറവായതിനാലാണ് തുറക്കാതിരുന്നത്. 14,707 ഏക്കർ സ്ഥലത്തെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വെള്ളം തുറന്നു വിടുന്നത്. എല്ലാ വർഷവും കൃത്യമായി ഇത് ജൂൺ മാസത്തിൽ തുറന്നിരുന്നു. എന്നാൽ ഈ തവണ തുറക്കാൻ കഴിഞ്ഞില്ല. എന്നാലും ഇന്ന് 10:30 കൂടി തേക്കടയിലെ ഈ ഷട്ടർ തുറക്കുമെന്നും മന്ത്രി നിർമ്മൽ കുമാർ വന്ന് ഇതിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇനി മന്ത്രി എത്തിയില്ലെങ്കിൽ തേനി കളക്ടറാവും ഇത് ചെയ്യുക. എന്തായാലും മഴയുടെ ശക്തി പൊതുവെ ജില്ലയിൽ കുറഞ്ഞു നിൽക്കുകയാണ്. അതേസമയം മുല്ലപ്പെരിയാറിലേക്കുള്ള നീരൊഴുക്കും കാര്യമായി ശക്തമായിട്ടില്ല. എന്തായാലും 121 അടിയാണ് ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ്. 118 അടിക്ക് താഴെ 118 അടിക്ക് ശേഷം മാത്രമേ ഈ ഷട്ടർ സാധാരണഗതിയിൽ തുറക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ 120 ശേഷം തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് 10:30 കൂടി വെള്ളം തുറന്നു വിടാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുള്ളത്. സാറാ, ശരി. സ്റ്റാലിനാണ് ഇടുക്കി ജില്ലയിൽ നിന്നും നമ്മളുമായി ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.